ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ ഡേറ്റ് 11th May 2026 അതിലോട്ടുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. നാളെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് മാർക്കറ്റിൽ വരാണ്ടിരിക്കാനും ചാൻസസ് ഉണ്ട്. ആൻഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നമുക്ക് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ദിവസമാണ്. കാരണം അറിയില്ല, ഒന്നാമത്തെ കാരണം ഹോളിഡേ 2 days വന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി വാറിൻ്റെ കണ്ടീഷൻസ് ഓർ സംതിങ്, എന്തെങ്കിലും പാൻഡമിക്കോ കാര്യങ്ങളോ ഇപ്പോൾ ഓൾറെഡി ഒരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് നമുക്ക് ഈ 2 ദിവസം ഹോളിഡേ കഴിഞ്ഞാലാണ് മാർക്കറ്റിൽ അത് കാണാം. അപ്പം നാളെ നമുക്ക് അതിനൊരു ഇമ്പാക്റ്റുള്ള മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെക്നിക്കലും സംസാരിക്കുന്നുണ്ട്, കണ്ടീഷൻസും സംസാരിക്കുന്നുണ്ട്. അപ്പം കമ്മിങ് ടു ദ നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ആണ് നമ്മൾ ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലൊരു ഓപ്പണിംഗ് തന്നിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ സീ ഹിയർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ്ലി ഒരു കൺസോൾട്ടേഷൻ മൊമെൻറ്റം ആയിരുന്നു. അപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ ആ ഓപ്പൺ റേഞ്ചും കൂടി ഇങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അഥവാ റാൻഡം സെല്ലർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, കംപ്ലീറ്റ് റീടെസ്റ്റിൽ അവരെ മാർക്കറ്റ് SL ക്ലോസ് ചെയ്യിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കൊരു റീട്രേസ്മെൻറ്റോട് പോയിട്ട് ക്ലോസിങ് തന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെല്ലർ SL മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ മാർക്കറ്റിൽ 2 ദിവസം ഹോളിഡേ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി സെല്ലർ മാർക്കറ്റിൽ ആക്റ്റീവ് ചെയ്തിരിക്കാൻ ചാൻസസ് ഇല്ല. ആൻഡ് വൈഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും പോസിറ്റീവ് പമ്പ് വന്നിട്ടുള്ള സിമിലർ സോണിൻ്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് അറ്റംപ്റ്റിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പം റാൻഡംലി മാർക്കറ്റിൽ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സം കൈൻഡ് ഓഫ് ഇവിടെയുള്ളൊരു ബയ്യേഴ്സ് മാർക്കറ്റിൽ ഇരിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പം ആ ബയ്യർ എടുക്കുന്നൊരു കണ്ടീഷനിലാണ് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുക. അതായത് ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്കറ്റിൽ ഇവരെ സെല്ലർ SL മാർക്കറ്റിൽ എടുത്തതുകൊണ്ട് അപ്പോൾ ആ ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, സെല്ലിങ് എടുക്കാനുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങളോ അതില്ലെങ്കിൽ സംതിങ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ അനുസരിച്ച് കാര്യങ്ങൾ നോക്കുക. അതായത് ഫ്ലാറ്റും ഗ്യാപ് ഡൗൺ നമുക്ക് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ്, ഈവൻ ഗ്യാപ്പ് അപ്പിലും സെല്ലിംഗ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റാൻഡം ബയ്യർ ഉണ്ട്. ബയ്യേഴ്സിൻ്റെ SL ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ബയ്യർ ഉണ്ടെങ്കിൽ തന്നെ സ്ട്രെങ്ത് ഈ ബയ്യേഴ്സും ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ റീടെസ്റ്റിൽ അവരെടുത്തത് കൊണ്ട് നമുക്ക് ഈ മൊമെൻറ്റം ഫോളോ അപ്പ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല മാർക്കറ്റിൽ നാളെ ഒരു സെല്ലിങ് എടുക്കാൻ. ഫ്ലാറ്റും ഗ്യാപ് ഡൗണും മാർക്കറ്റിൽ ഓക്കെയാണ്. ഗ്യാപ്പ് അപ്പിൽ ഇവിടെ ബയ്യേഴ്സ് അഥവാ സീം ലൈക്ക് ബയ്യേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ക്ലോസിംഗ് റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്ടേ ഓർ സംതിങ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ട്രൈ ചെയ്യില്ല. കാര്യം ഇവർ പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. ആൻഡ് ടെക്നിക്കാലിറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്തില്ല, സെല്ലർ SL അവൈലബിലിറ്റി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഓക്കെ, ആ ഒരു കണ്ടീഷൻ സെൻസെക്സിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു നിഫ്റ്റി ആൾസോ, നിഫ്റ്റിയിലും ആ ഒരു കണ്ടീഷൻ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു, ആ ഒരു ഓപ്പൺ ക്യാൻഡലിൻ്റെ റേഞ്ചിലായിരുന്നു മാർക്കറ്റ്. ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്കറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അഥവാ റാൻഡം സെല്ലറിൻ്റെയും മാർക്കറ്റ് അവരെ കംപ്ലീറ്റ്ലി റീടെസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് അങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹോളിഡേ വന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ അങ്ങനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ കമ്മിങ് ടു ദ ബാങ്ക് നിഫ്റ്റി ഒന്നും കൂടി കൺഫർമേഷൻ നമുക്ക് തന്നിക്കുകയാണ്. കാരണം ഓപ്പൺ ചെയ്ത ശേഷം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ സെല്ലർ ക്രിയേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്നു സ്പോട്ടിൽ ഈ ഒരു ലെവലിന് മുന്നേ 55,500 മുന്നേ ഒരു സപ്പോർട്ട്, 2 സപ്പോർട്ട്, 3 സപ്പോർട്ട്, 4ാമത്തെ സപ്പോർട്ട്, 5 സപ്പോർട്ട്, 6ാമത്തെ അറ്റംപ്റ്റിലാണ് മാർക്കറ്റ്. അപ്പം അത്രയ്ക്കും മാർക്കറ്റിൽ ബയ്യർ ഫേവറാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ദിവസം ഉണ്ടായിരുന്ന മാർക്കറ്റിലെ ഒരു ഇമ്പൾഷനാണ്, റൈറ്റ്. അപ്പോൾ ഈ ഇമ്പൾസീവ് കൊണ്ടാണ് മാർക്കറ്റിൽ ബയ്യർ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബയ്യർ SL മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തില്ല, അപ്പോൾ നമുക്ക് ബയ്യർ SL ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ സെല്ല് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസർ ഉള്ളതിന് മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെല്ലർ SL അഥവാ മാർക്കറ്റിൽ റാൻഡംലി സെല്ലർ കയറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റിൽ മാർക്കറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഡെക്സിൽ, അതായത് നിഫ്റ്റിയിലും സെൻസെക്സിലും ഓൾറെഡി നമ്മൾക്ക് അത് കണ്ടിട്ടുണ്ട്. റീടെസ്റ്റിൽ സെല്ലർ SL മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹോളിഡേയും കൂടിയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നത് മാർക്കറ്റിൽ സ്ട്രെങ്ത് ബയ്യേഴ്സ് ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാർക്കറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ നോക്കണം.
ഒരൊറ്റ ഡൗട്ട് നമുക്കുള്ളൂ. അപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് വെച്ചാൽ ഫ്ലാറ്റും ഗ്യാപ് ഡൗൺ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പിനുള്ളൊരു പ്രോബിലിറ്റിയാണ്. ഗ്യാപ്പ് അപ്പിലും സെല്ലിംഗ് ആണ്, ബട്ട് റിസ്ക്കി ആണ്. ഇവർ പ്രോഫിറ്റബിൾ ആവുന്നത്, അതായത് ഒരു ഇവിടെ ബയ്യർ ഉണ്ടെങ്കിൽ അവർ പ്രോഫിറ്റബിൾ ആവുന്നൊരു കണ്ടീഷനിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡൗട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കണ്ടീഷൻ. അപ്പം ഈ ഒരു കണ്ടീഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് നമ്മൾ അനലൈസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലൊരു ക്ലോസിങ് അങ്ങനെയാണ്. ആൻഡ് എന്താ പറയുക, ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്കറ്റ് വന്നിട്ടുള്ളതും സപ്പോർട്ട് എടുത്തിട്ടുള്ളതും ഈ ഒരു കണ്ടീഷനിലായതുകൊണ്ട് സീംസ് ലൈക്ക് മാർക്കറ്റ് മേലെ പോകാനുള്ള ചാൻസസും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സെല്ലർ എസ് എൽ അവൈലബിലിറ്റിയിലാണ് മാർക്കറ്റിന് അങ്ങനെ കംപ്ലീറ്റ് റോയിലും മേലോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് ഹയർ ലെവലിൽ നിന്നൊരു കറക്ഷൻ വന്നതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് മാർക്കറ്റിലൊരു ട്രെൻഡ് നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ്. കാരണം സാധാരണ ഇമ്പൾഷൻ ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അത് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസാണ് കൂടുതൽ. അതായത് അതിനെ ഫെയിലർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേഡ് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. സിമ്പിളാണ്, റൂൾ ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഗ്യാപ് ഡൗൺ നമുക്ക് സെല്ലിംഗ് എടുക്കാം. ഗ്യാപ്പ് അപ്പിനും കുറച്ച് റിസ്ക് ആണ്, സെല്ലിംഗ് തന്നെയാണ് നമ്മളൊരു റൂള്. ആൻഡ് ഗ്യാപ് ഡൗണും കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം ഗ്യാപ് ഡൗൺ നമുക്ക് എസ് എൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മേലോട്ട് ഹയർ ലെവൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി സെല്ലിംഗ് എടുക്കാൻ പെർഫെക്റ്റ് ആണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് സിറ്റുവേഷൻ മാർക്കറ്റിൽ കാണുന്നത്. സോ സെല്ലിംഗ് ആണ്, നെറ്റ് നമുക്ക് രണ്ട് കണ്ടീഷൻ സെല്ലിംഗ് ആണ്. ബട്ട് ഗ്യാപ്പ് അപ്പിൽ മാത്രം കുറച്ച് റിസ്ക് ആണ് ആൻഡ് അൺപ്ലാൻഡ് ആണ് ഗ്യാപ്പ് അപ്പിൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ടുമാറോ. ബൈ ബൈ.